Hey everyone, welcome back. This is Nirathina here from Leo Tales. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കുറച്ച് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലോത്ത്, അതായത് കോട്ട് സെറ്റ്സ്, ഡ്രസ്സസ് അങ്ങനത്തെയാണ്. ഇപ്പോൾ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ പൊതുവേ കാണുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മേ ബി വാഷബിൾ ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് ലെയേഴ്സ് ഓഫ് ക്ലോത്തിങ് കൊണ്ടുപോകാതെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് സിമ്പിളായിട്ട് ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നത്. അറ്റ് ദ സെയിം ടൈം ഒരുപാട് ഫിറ്റിംഗ് ആയിട്ട് കിടക്കാതെ മേ ബി കുറച്ച് ഫ്ലോയി ആയിട്ട് ഫ്രീ ആയിട്ട് പക്ഷേ സ്റ്റൈലിഷ് ആയിട്ട് കിടക്കുന്ന അങ്ങനെ കുറച്ച് ക്രൈറ്റീരിയയാണ് പൊതുവെ ട്രാവലിങ്ങിന് വെക്കുക. എസ്പെഷ്യലി ഇപ്പം ഇന്ത്യക്കകത്തോ കേരളത്തിനകത്തോ പോകുമ്പോൾ ഇപ്പോൾ തണുപ്പ് സ്ഥലത്തൊക്കെ പോകുമ്പോൾ ദാറ്റ്സ് വെരി ഡിഫറെൻറ്റ്. ബട്ട് അതർവൈസ് ത്രൂ ഔട്ട് ദ ഡേ കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുക, ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് നോക്കുക. ഇപ്പോൾ പൊതുവെ പോളിസ്റ്റർ പോലത്തെ മെറ്റീരിയൽസ് ഞാൻ ട്രാവലിങ്ങിന് അങ്ങനെ യൂസ് ചെയ്യാറില്ല. വല്ല നൈറ്റ് ഒരു ഡിന്നറിനൊക്കെ പോകണം ഡ്യൂറിങ് ദ ട്രിപ്പ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ. ലൈക്ക് വെൻ ഐ വെന്റ് ഇൻ തായ്ലൻഡ് ഒരു ഡിന്നർ ക്രൂസിന് പോകണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുപോലത്തെ ഒരു ഡ്രസ്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതല്ലാതെ ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് അതിട്ടൊരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല അവിടുത്തെ ചൂടിൽ. അപ്പോൾ ദാറ്റ് ഈസ് മൈ ഐഡിയ ഓഫ് traveling. Alright, so let me get started with this blue dress. By the way, ഇന്നത്തെ ഡ്രസ്സിന് കൂടുതലും ഞാൻ പെയർ ചെയ്തിരിക്കുന്നത് എൻ്റെ ഷൂസുമായിട്ടാണ്. അപ്പം എനിക്ക് ഈ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ നടക്കുന്ന സമയത്തും എനിക്ക് ഫ്ലാറ്റ് ഫുട്ടുമാണ്, അപ്പോൾ കാല് ഭയങ്കര പെയിൻ ആയിരുന്നു. ട്രാവൽ ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും ഈ കംഫർട്ടബിൾ മാറ്റിയിട്ട് സ്റ്റൈലിഷ് ചെരുപ്പ് നോക്കി പോയിട്ട് ഇറ്റ് നെവർ റിയലി ഹെൽപ്പ് മീ. സോ ഞാനിപ്പം അസീക്സിൻ്റെ കയാനോ റേഞ്ചിലുള്ള, ദാറ്റ് ഇസ് ഗുഡ് ഫോർ ഫ്ലാറ്റ് ഫുട്ട്, അതുപോലെ തന്നെ ആങ്കിൾ പെയിനൊക്കെ നല്ലതാണ്. അപ്പം കയാനോ ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഷൂ. അത് തന്നെയാണ് ഞാൻ ക്യാരി ചെയ്യുന്നത്. കാണാൻ ഒരു ഭംഗിയും ഇല്ലെങ്കിലും അത്യാവശ്യം എക്സ്പെൻസീവായ ഷൂ ആണ്. ബട്ട് ഞാൻ ഇങ്ങനെയാണത് പെയറപ്പ് ചെയ്യുന്നത്, അതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഞാൻ ഈ വീഡിയോയിലും കാണിച്ചു തരുന്നത്. മേ ബി വെൻ ഐ ട്രാവൽ എനിക്ക് ഒറിജിനൽ സ്നിപ്പറ്റ്സ് ഇടാൻ പറ്റുമായിരിക്കും. സോ ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ ടൈപ്പ് ഡ്രസ്സ് ആക്ച്വലി ഞാൻ മാക്സിലും R&Bയിലും ഒക്കെ കാണുന്നുണ്ടായിരുന്നു. പ്യുവർ കോട്ടൺ ഡ്രസ്സാണ്. ഈ ചെസ്റ്റ് ഏരിയയിൽ ഫ്രണ്ടിലും ബാക്കിലും ഇങ്ങനെ ഇലാസ്റ്റിക് പോലെയാണ് വരുന്നത്. ആക്ച്വലി ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. സ്ലീവ്ലെസ് ഡിസൈനിലാണ് വരുന്നത്. R&Bയിലും ഒക്കെ എല്ലായിടത്തും 1000-ന് മേലെയായിരുന്നു പ്രൈസ്. അപ്പോൾ അതിൻ്റെ തന്നെ ബ്ലൂ, വൈറ്റ് ആൻഡ് ബ്ലാക്ക് അവൈലബിൾ ആണ്. 500 റേഞ്ചിലാണ് പ്രൈസ് ആൻഡ് ക്വാളിറ്റി ഈസ് റിയലി ഗുഡ്. ആക്ച്വലി ഇത് XL ആണ്. ഞാൻ യൂഷ്വലി ഇടുന്ന XL ആണ്. ഇത് അല്പം വലുതാണ് എനിക്ക്. മേ ബി L ഉണ്ടായിരുന്നെങ്കിൽ L എടുക്കാമായിരുന്നു. L ഔട്ട് സ്റ്റോക്ക് ആയിരുന്നു. ഈ ഇലാസ്റ്റിക് ഭാഗം ആയതുകൊണ്ട് തന്നെ അത് വലിയുമല്ലോ. സോ ഇത് ആക്ച്വലി എനിക്ക് കുറച്ച് വലുതാണ്. ബട്ട് ഇറ്റ് ലുക്സ് വെരി പ്രിറ്റി. ഇടുമ്പോൾ നല്ല ക്യൂട്ട് ലുക്കാണ് കാണാനായിട്ട്. പെർഫെക്റ്റ് ഫോർ ട്രാവലിംഗ്. കാരണം നല്ല പ്യുവർ കോട്ടൺ ആണ്. ആൻഡ് ഒരുപാട് നല്ല റിവ്യൂസും ഞാൻ കണ്ടു. ആൻഡ് നല്ല ലെങ്ത്തും. മൈ ഹൈറ്റ് ഇസ് 5'8" ഫോർ റെഫറൻസ്. സോ ഗുഡ് ലെങ്ത്, വെരി കംഫർട്ടബിൾ. കോട്ടൺ ആയതുകൊണ്ട് നമുക്ക് ഈസിലി വാഷ് ചെയ്യാനും പറ്റും. ആൻഡ് ദിസ് പാറ്റേൺ അണ്ടർ 500 rupees, ലൈക്ക് എ വെരി ഗുഡ് ഡീൽ. സെക്കൻഡ് വൺ ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു സ്റ്റൈലാണ്, പക്ഷേ ഇട്ടപ്പം എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ ഹസ്ബൻഡ് എന്നെ ജെൻസി ലുക്ക് എന്ന് വിളിച്ചു. കളിയാക്കുന്ന പോലെയാണ് വിളിച്ചത്. അതായത് ഞാൻ എൻ്റെ ഈ 34-ാമത്തെ വയസ്സിൽ ഞാൻ ജെൻസി ലുക്ക് ആക്കുവാൻ ശ്രമിക്കുവാണോ എന്നാണ് വിളിച്ചത്. ഹൗവർ ഐ ടേക്ക് ഇറ്റ് ആസ് എ കോംപ്ലിമെൻറ്റ്. സോ ഇത് ഒരു ലോങ് ടീഷർട്ട് ഡ്രസ്സാണ്. ഞാൻ ഇതുവരെ ഒരു ടീഷർട്ട് ഡ്രസ്സ് ട്രൈ ചെയ്തിട്ടില്ല. എനിക്ക് മുട്ടിന് താഴെ വേണം എന്ന്, ദാറ്റ് ഇസ് മൈ പ്രിഫറൻസ്. എനിക്കതാണ് കംഫർട്ടബിൾ ഈവൻ ട്രാവലിങ്ങിൽ. സോ ദിസ് ഇസ് ലൈക്ക് പ്യുവർ കോട്ടൺ. അത്യാവശ്യം കുറച്ച് വെയിറ്റിലൊരു ഹെവി കോട്ടൺ ആണ്. ഓവർ സൈസ്ഡ് ഫിറ്റ് വരുന്ന ഒരു ലോങ് ടീഷർട്ട് ഡ്രസ്സാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ എന്താ എഴുതിയേക്കുന്നത് ഞാനത് ഇതുവരെ വായിച്ചില്ല. ബ്രോക്കൺ ഹിയർ ഗോട്ട് എൻജോയ് ലൈഫ് മോർ. അതൊക്കെ എന്തായാലും കുഴപ്പമില്ല. ഇതിൻ്റെ തന്നെ വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട്. ബ്ലാക്കിൽ ന്യൂയോർക്ക് എന്നൊന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ XL ആണ് എടുത്തത്. ഓവർ സൈസ് ഫിറ്റ് ആയതുകൊണ്ട് ഇപ്പം L എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഹിപ്പിൻ്റെ ഏരിയയിൽ ടൈറ്റായി വന്നേനെ. അപ്പോൾ ഓവർ സൈസ് ഫിറ്റ് കുറച്ച് ബോറാവും. ഇവിടെ ഇങ്ങനെ വൈഡായിട്ട് കിടന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒതുങ്ങി. അതുകൊണ്ട് ഞാൻ XL തന്നെ എടുത്തത്. ഐ ലവ് ദ ലെങ്ത്, ഐ ലവ് ദാറ്റ് ബാഗ്. ആ ബാഗും ഞാൻ ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് തന്നെ യൂസ് ചെയ്യുന്ന ഒരെണ്ണമാണ്. കുറച്ച് വാട്ടർ പ്രൂഫാണ്. ഈ എൻ്റെ ഷൂ ആയിട്ട് മാച്ച് ചെയ്യും. പിന്നെ ന്യൂട്രൽ കളറാണ്. അപ്പോൾ ഏത് ഡ്രസ്സിൻ്റെ കൂടെയും ഉപയോഗിക്കാം. ഞാൻ ഈ തായ്ലൻഡ് ട്രിപ്പ് പോയപ്പോൾ ഞാനൊരു ക്രോസ് ബോഡി ഉപയോഗിച്ചിരുന്നു. അതിൻ്റെ കളറിൽ എല്ലാ കളറും ഉണ്ടെങ്കിലും ചില ഡ്രസ്സിനോട് ഇടുമ്പോൾ മഴവിൽ എറിച്ച് നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതെനിക്ക് അത്ര ഇഷ്ടമായില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്തവണ ഇങ്ങനത്തെ ഒരു ക്രീം വൈറ്റ് പോലത്തെ ഒരു ബാഗും ഷൂവും എല്ലാം മാച്ച് ആക്കി. അങ്ങനെയാണ് എൻ്റെ ഇക്കൊല്ലത്തെ പെയറിങ്. ആൻഡ് ലവ്ലി ഡ്രസ്സ്. ഇത് ഇത്ര റെഡ് കളർ ആയതുകൊണ്ട് ഫസ്റ്റ് ടൈം ഒക്കെ കഴിവതും ഹാൻഡ് വാഷ് ചെയ്ത് നോക്കുക. കുറച്ച് കളർ അങ്ങനെ ഇളകും. ബട്ട് അത് കഴിഞ്ഞാൽ ദിസ് ഇസ് സോ കംഫർട്ടബിൾ ടു വെയർ. ആൻഡ് ഐ ക്യാൻ ടോട്ടലി സീ മൈ സെൽഫ് വെയറിങ് ദിസ്. എന്ന് വെച്ചാൽ ചുമ്മാ ഇങ്ങനെ ഔട്ട് ഓഫ് റാൻഡം ഒരു ഡ്രസ്സ് അങ്ങ് ഇടുക എന്ന് പറയില്ലേ, അങ്ങനെ. ദ നെക്സ്റ്റ് വൺ ഇസ് ദിസ്. എല്ലാ കളറും ഉണ്ട്. ഏത് ബാഗ് വേണമെങ്കിലും ഉപയോഗിക്കാം, ഏത് ഷൂ വേണമെങ്കിലും ഉപയോഗിക്കാം, എന്ത് ജ്വല്ലറി വേണമെങ്കിലും ഉപയോഗിക്കാം. വെരി ക്യൂട്ട് ബ്യൂട്ടിഫുൾ ഡ്രസ്സ്. മെറ്റീരിയൽ വരുന്നത് ഒരുതരം കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയലാണ്. ഐ വുഡൻറ്റ് സേ ഇറ്റ് ഇസ് ഹാർഡ് ഫോർ സമ്മർ, ലൈക്ക് പോളിസ്റ്റർ പോലെ അല്ല. പക്ഷേ ഭയങ്കര കംഫർട്ടബിൾ സമ്മർ വെയർ ആണോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ബ്രീത്തബിൾ. ഇറ്റ്സ് വെരി ലൈറ്റ് വെയ്റ്റ് ആൻഡ് എല്ലാ കളേഴ്സും ഉണ്ട്. ബാക്കിലും പ്രിൻ്റ് ഉണ്ട്. ഇറ്റ്സ് എ വെരി ക്യൂട്ട് ഡ്രസ്സ്. ഇതും
sneakers and bag, a combination is pakka. I can totally see myself wearing this when I'm traveling. ഒരു ഫുൾ ഡേ കംഫർട്ടബിൾ വെയർ പോലെ ഉപയോഗിക്കാവുന്നതാണ്. വൈറ്റ് കളർ ആയതുകൊണ്ട് ഇറ്റ് ഇസ് ഈ സീ ത്രൂ ആയിരിക്കും വെളിച്ചമൊക്കെ അടിക്കുമ്പോൾ. അപ്പോൾ യു വിൽ വോണ്ട് ടു വെയർ എ സ്കേർട്ട്. ഇത് ലെഗിങ്സിനെ കൂടെ ഇടണമെന്ന് വെച്ചാൽ ഇടാം, പക്ഷേ ഇതൊരു ഡ്രസ്സ് പോലെ ഇടുന്നതാണ് ഭംഗി. അപ്പം അകത്തൊരു വൈറ്റ് അല്ല, മേ ബി ഒരു ഗ്രേ ഓർ ബ്ലാക്ക് കളർ ഒരു മറ്റേ സ്ലിപ്പ് സ്കേർട്ട് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു സ്കേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് ലുക്ക് റിയലി നൈസ്. ആൻഡ് അണ്ടർ ഗാർമെൻറ്റ്സും യു ക്യാൻ ഗോ ഫോർ ഗ്രേ ഓർ ബ്ലാക്ക് കളർ. വൈറ്റ് ഇട്ടാൽ എറിച്ച് നിൽക്കും, ഗ്രേ ഓർ ബ്ലാക്ക് ആകുമ്പോഴത്തേക്കും അത് അതിന് കൂടെ അങ്ങ് മെൽറ്റ് ആയി പൊക്കോളും. ഇതും ഞാൻ വാഷൊക്കെ ചെയ്തു, വേറെ കുഴപ്പമൊന്നുമില്ല, കളറിളൊക്കെ അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല. വെരി കംഫി ആൻഡ് ഐ ലൈക്ക് ദ പ്രിൻറ്റ്. നെക്സ്റ്റ് ഇസ് ദിസ് ഡ്രസ്. ഇതിന് ആക്ച്വലി ഭയങ്കര നീളമാണ് കേട്ടോ, ഒന്നും പറയാതിരിക്കാൻ വയ്യ. എൻ്റെ ഹൈറ്റ് 5'8" ആണ്, എനിക്ക് തന്നെ ഏതാണ്ട് 4 വരെ എത്തുന്നുണ്ട്. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഹൈറ്റ് ഒരു 5'5" താഴെയാണെങ്കിൽ ഈ സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഷോൾഡർ സ്ട്രാപ്പ് വരുന്ന സിംഗിൾ സ്ട്രാപ്പ് ഡ്രസ്സ് പോലെയാണ്. സോ സ്ട്രാപ്പിലും അഡ്രസ് ചെയ്ത് ഡ്രസ്സ് കുറച്ച് പൊക്കാൻ പറ്റും, എന്നാലും ഇതിന് ഭയങ്കര നീളമാണ്. സോ ഇറ്റ്സ് എ വെരി ഫ്രീ ഫ്ലോയിങ് കൈൻഡ് ഓഫ് ഡ്രസ്. ഐ ലൈക്ക് ദ കട്ട്. സ്ട്രാപ്പ് ആൻഡ് ഓൾ ഇറ്റ്സ് ലൈക്ക് ഓൾ ഗുഡ് ക്വാളിറ്റി, ഫൈൻ ക്വാളിറ്റി. മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും ഇത് ആ കോട്ടൺ ബ്ലെൻഡ് പോലത്തെ മെറ്റീരിയലാണ്. ഐ വുഡൻ സേ ദാറ്റ് ദിസ് വുഡ് ബി മൈ ഫസ്റ്റ് പ്രിഫറൻസ് ഇഫ് ഭയങ്കര സ്വെറ്റ് ചെയ്യാവുന്ന ഒരാളാണെങ്കിൽ. ഭയങ്കര എയറി ആയിട്ടുള്ളൊരു സ്ഥലത്ത് ജസ്റ്റ് വാക്കിംഗ് അറൗണ്ട് ഫോർ ദി എൻറ്റയർ ഡേ എന്ന് പറഞ്ഞിട്ട് ബി വെരി കംഫർട്ടബിൾ. ബട്ട് ഭയങ്കരമായിട്ട് വർക്ക് ഒന്നിപ്പോൾ നമ്മളൊരു ട്രക്കിങ്ങിന് പോകുന്ന, ട്രക്കിന് അത് ഇട്ടിട്ടുണ്ട് പോവില്ല, അങ്ങനെയല്ല, ഈ മൈൽഡ് ട്രക്കിംഗ് ഒക്കെ യാത്രയുടെ ഭാഗമായിട്ട് കാണുമല്ലോ, അതിനൊന്നും ഇത് കംഫർട്ടബിൾ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതല്ലാതെ ഇങ്ങനെ ഒരു ഫ്രീ ഫ്ലോയിങ് എയറി ബീച്ചി വൈബായിട്ട്, ബീച്ചി വൈബ്, ദാറ്റ്സ് എ വേർഡ് ഐ വാസ് ലുക്കിംഗ് ഫോർ. ഇതിന് ഈ സൈഡിലാണ് സിപ്പ് വരുന്നത്, ഈ ചെസ്റ്റിൻ്റെ സൈഡിലായിട്ട്. പക്ഷേ സിപ്പ് ഇല്ലാണ്ട് തന്നെ ഇടാൻ പറ്റും. യെസ്, ഒരു സൈഡിൽ പോക്കറ്റും ഉണ്ട്. സോ ഇറ്റ്സ് എ വെരി കംഫർട്ടബിൾ ഡ്രസ്സ്. ഒരുപാട് നല്ല റിവ്യൂസ് കണ്ടു ആൻഡ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വൈ. എൻ്റെ ഹൈറ്റിന് ആക്ച്വലി ഇത്രയും ലെങ്ത് ഉള്ള ഡ്രസ്സ് കിട്ടുന്നത് വിരളമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പേഴ്സണലി ഇതിൻ്റെ ലെങ്തിൽ ഹാപ്പിയാണ്. പക്ഷേ ആസ് ഐ സെഡ്, ഹൈറ്റ് വെച്ച് ഇഫ് യു ആർ അണ്ടർ 5'4" ദെൻ ദിസ് മൈറ്റ് ബി എ ലിറ്റിൽ ടു ലോങ് ഫോർ യു. ഇനി ട്രാവലിങ്ങിന് ഇതുപോലെ ഈക്വലി ഗുഡ് ആയിട്ടുള്ളൊരു സാധനമാണ് കോഡ് സെറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ മറ്റേ റെഗുലർ ജോഗർ ടൈപ്പ് കോഡ് സെറ്റുകൾ ഉപയോഗിക്കാറില്ല, കാരണം അത് ഭയങ്കര ചൂടാണ്. സോ ഞാനിതിവിടെ പിക്ക് ചെയ്തിരിക്കുന്നത് ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് കൈൻഡ് ഓഫ് കോഡ് സെറ്റാണ്. ഇത് ഓൾറെഡി നിങ്ങൾ ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് അത്യാവശ്യം ഒരു ബെസ്റ്റ് സെല്ലർ പോലെയാണ്. സോ ദിസ് ഇസ് ലൈക്ക് എ സ്കേർട്ട്, ഒരു സൈഡ് സിപ്പർ വരുന്ന സ്കേർട്ട് ആൻഡ് ദിസ് ഇസ് ദ ടോപ്പ്. ഈ വെസ്റ്റ് പോലത്തെ ഡിസൈനാണ് ടോപ്പിൽ. ഇവിടെ ഇങ്ങനെ താഴെ ഇങ്ങനെ വീക്കട്ട് പോലെ വരും ആൻഡ് ടോപ്പിൽ 2 പോക്കറ്റൊക്കെ ഉണ്ട്. ദിസ് ഇസ് ആക്ച്വലി വെരി ക്യൂട്ട്. വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ലിപ്പ് സ്കേർട്ട് അടിയിലിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് അതർവൈസ് ഇറ്റ് ഇസ് വെരി വെരി കംഫർട്ടബിൾ. വേസ്റ്റ് ഇലാസ്റ്റിക് അല്ല. ഈ നമ്മുടെ യൂണിഫോമിൻ്റെ ഒക്കെ സ്കേർട്ടിൻ്റെ ഒക്കെ വേസ്റ്റ് അടിക്കുമല്ലോ ഇങ്ങനെ, പട്ട പോലെ, പട്ട എന്നാണ് പറയുക, ആണെന്ന് തോന്നുന്നല്ലേ, അത് തന്നെ, അതുപോലെയാണ് എൻ്റെ വേസ്റ്റ്. സോ വിച്ച് ഇസ് ഓക്കെ, ഫൈൻ ബൈ മീ. എഗെയിൻ നല്ല ലെങ്ത് ഉണ്ട്. എൻ്റെ ഹൈറ്റിന് ഇത് ഞാൻ അത്യാവശ്യം ഒരു ഹൈ വേസ്റ്റായിട്ട് ഇട്ടിട്ട് അങ്ങ് 4 വരെ കിടക്കുവാണ്. അപ്പോൾ ലെങ്ത് ഒന്ന് നോക്കിക്കോളൂ. നിങ്ങൾ സ്വയം സ്റ്റിച്ചിങ് കപ്പാസിറ്റി ഒക്കെ ഉള്ളവരാണെങ്കിൽ വേണമെങ്കിൽ ഇലാസ്റ്റിക് വെച്ച് റീപ്ലേസ് ചെയ്യുന്നതും ഒരു നല്ല ഐഡിയ ആണ്. അതർവൈസ് ദ പ്രിൻറ്റ് ഇസ് വെരി പ്രിറ്റി. പിന്നെ ഈ ഒരു കളർ ആകുമ്പോഴും വൈറ്റ് ആണ്. സോ ഇറ്റ്സ് വെരി എയറി ആൻഡ് വെരി കംഫർട്ടബിൾ ടു വെയർ. ഇടുമ്പോൾ ഒരു ലോങ് ഡ്രസ്സ് ഇട്ട പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര സുഖമാണ് ഇടാനായിട്ട്. ആൻഡ് യു വിൽ ലൈക്ക് ഇറ്റ് ഓൾസോ. ഞാൻ ഇതിൻ്റെ 1-2 വേറെ ഡിസൈൻ ആൻഡ് കളേഴ്സ് കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. മേ ബി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഉറപ്പായിട്ടും ആഡ് ചെയ്യും. പിന്നെ ഇത് വാഷബിളുമാണ്. ഇതിനകത്ത് കളർ ബ്ലീഡിങ് അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ പൊതുവെ ട്രാവൽ ചെയ്യുമ്പോൾ അതും നോക്കും. നമുക്കിപ്പം ഒരു ലോങ് ട്രിപ്പൊക്കെ ആണെങ്കിൽ ലോണ്ട്രി കൊടുക്കാനൊക്കെ പറ്റുന്ന ഡ്രസ്സാണോ എന്നുള്ളത്, കളർ പോകാതിരിക്കുക അല്ലെങ്കിൽ ചുരുങ്ങാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ ദിസ് ഫിറ്റ്സ് ഇൻ ദാറ്റ് കാറ്റഗറി. ഇറ്റ്സ് വെരി ക്യൂട്ട് ആൻഡ് ഐ ലൈക്ക് ഇറ്റ്. പിന്നെ ഉള്ളത് ലാസ്റ്റ് വൺ ഇൻ ടുഡേയ്സ് വീഡിയോ ഇസ് അനദർ കോഡ് സെറ്റ്. സോ ഇത് മറ്റേ കലങ്കാരി പ്രിൻ്റ് വരുന്ന പോലത്തെ ഒരു റാപ്പ് ടോപ്പും ആ ബോട്ടം ശരിക്കും ഒരു പലാസോ ബോട്ടം പോലെയാണ്, വിച്ച് ഐ ആക്ച്വലി ലൈക്ക്. എനിക്കിങ്ങനെ ഫിറ്റായിട്ട് ഇങ്ങനെ ഇറുകി കിടക്കുന്ന ബോട്ടം എനിക്ക് ട്രാവലിങ്ങിൽ കംഫർട്ടബിൾ അല്ല. ദ പലാസോ ടൈപ്പ് ബോട്ടം ഇസ് ആക്ച്വലി വെരി നൈസ്. സോ ദിസ് ഇസ് ദ പാൻറ്റ് ആൻഡ് പാൻറ്റിൽ പോക്കറ്റ് വരുന്നുണ്ട്. ശരിക്കും സ്കേർട്ട് പോലെയല്ല, അത്രയും ഫ്ലെയർ ഇല്ല, ബട്ട് ആസ് യു ക്യാൻ സി അത്യാവശ്യം വലിയ മറ്റേ ബെൽ ബോട്ടം പോലത്തെ അങ്ങനത്തെ പാൻറ്റാണ്. ഇലാസ്റ്റിക് വേസ്റ്റാണ്. എനിക്ക് ഇലാസ്റ്റിക് വേസ്റ്റാണ് ഇഷ്ടം, കാരണം അതാകുമ്പം കൂടുന്നതും കുറഞ്ഞതും അനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. വൺ സൈസ് ഫിറ്റ്സ് ഫോർ ഓൾ ടൈപ്പ് എനിക്ക് ഇഷ്ടമല്ല. സോ ദിസ് ഇസ് എക്സൽ സൈസാണ് ഞാൻ പിക്ക് ചെയ്തത്. ആൻഡ് ടോപ്പ് റാപ്പ് അറൗണ്ട് ടോപ്പാണ്. അതിപ്പം കെട്ടി കാണിച്ചു തരാൻ പറ്റുന്നില്ല, ബട്ട് യാ ദിസ് ഇസ് ഹൗ ദ ടോപ്പ് ലുക്സ് ലൈക്ക്. സോ സ്ലീവ് ആണെങ്കിലും 3/4 സ്ലീവാണ്. ഞാൻ എക്സൽ ഇട്ടു. ഐ ഫൈൻഡ് ഇറ്റ് ഓക്കെ ഇൻ ദ സെൻസ്
കുറച്ചുകൂടെ ഫിറ്റ് ആവാൻ കൊള്ളാൻ തോന്നി. മേ ബി എല്ലായിരിക്കും എനിക്ക് കുറച്ചുകൂടെ അപ്രോപ്രിയേറ്റ്. പക്ഷേ എനിക്ക് ബോട്ടം കുറച്ച് ലൂസായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് സ്റ്റുഡിയോ പോലത്തെ ഷോപ്സിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതാണ്. നമുക്ക് ടോപ്പും ബോട്ടും വേറെ വേറെ സൈസ് എടുക്കാം. ഇതിലിപ്പോൾ ടോപ്പ് എല്ലും ബോട്ടം എക്സലും ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നി. ദെൻ അഗൈൻ ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. ബോട്ടത്തിൻ്റെ സൈസ് വെച്ചെടുക്കാം, ടോപ്പ് നമുക്ക് പിന്നെ ഓൾട്ടർ ചെയ്തെടുക്കാമല്ലോ. സോ ദിസ് ഇസ് ദ ടോപ്പ്. ഇതും ഒരു കോട്ടൺ ബ്ലെൻഡ് പോലത്തെ മെറ്റീരിയലാണ്. ഈ ഡ്രസ്സ് ഇതൊക്കെ ഏതാണ്ട് ഒരേ മെറ്റീരിയൽ വരുന്നതാണ്, പ്യുവർ കോട്ടൺ അല്ല. പക്ഷേ ആസ് ഐ സെഡ് ഇറ്റ്സ് കംഫർട്ടബിൾ. ദേഹത്ത് അങ്ങനെ കുത്തുന്ന പോലത്തെ മെറ്റീരിയൽ അല്ല. ഞാൻ പോളിയസ്റ്ററിൻ്റെ ഒരു 1-2 ഡ്രസ്സുകൾ ആക്ച്വലി വീഡിയോയ്ക്ക് വേണ്ടി വാങ്ങിയിരുന്നു. ഇട്ട് നോക്കിയിട്ട് എനിക്ക് ഒട്ടും കംഫർട്ടബിൾ ആയില്ല. എനിക്കതിൻ്റെ ലൈനിങ് തുണി ഒന്നും ഓക്കെ അല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനത് റിട്ടേൺ ചെയ്തു. വിശുദ്ധ എന്നുള്ള ബ്രാൻഡിൻ്റെ ആയിരുന്നു തോന്നുന്നു. എനിവേ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. ലെറ്റ് മീ നോ വാട്ട് യു ഗൈസ് തിങ്ക് അബൌട്ട് ഇറ്റ്. So all the product links will be in the description box. I will meet again. Until then, take care. Bye.